വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് KTU BTech 2024 സ്കീം ഗ്രൂപ്പ് എ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 3 പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ്. 1² + 2² + 3² + n² etc. etc. ഉണ്ട് കേട്ടോ. ഓക്കെ, which is equal to n into n plus 1 into 2n plus 1 whole divided by 6. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. സോ നമ്മുടെ ബേസിസ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം n = 1 ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ പറയും, ട്രൂ ആണെന്ന് കാണിക്കും. പിന്നെ എന്ത് ചെയ്യും, ഇൻഡക്റ്റീവ് സ്റ്റെപ്പിൽ നമ്മൾ n = kക്ക് ഇത് ട്രൂ ആണെന്ന് പറയും. എന്നിട്ട് k+1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും യൂസിങ് n = kൻ്റെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ബേസിസ് സ്റ്റെപ്പിൽ n = 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് 1² എന്ന് മാത്രം വരും. ഈ LHSൽ 1² എന്ന് മാത്രം വരും. 1² = 1 × 1 + 1 × 2 + 1 whole divided by 3 6. അപ്പോൾ 2 × 3 divided by 6 വരും. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് വരും, 1 തന്നെ വരും. സോ LHS RHS ഈക്വൽ ആണ്. സോ n = 1 എന്താണ്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇനി നമുക്ക് സപ്പോസ് ദാറ്റ് k greater than 1 and n = kക്ക് നമ്മൾ ട്രൂ ആണെന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഫോർ n = 1, n = k. അപ്പോൾ നമുക്ക് n = kക്ക് ട്രൂ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1² + 2² + etc. k² = k × k+1 × 2k + 1 whole divided by 6. ഓക്കെ, അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് k ഇട്ടിട്ട് നമ്മൾ എഴുതി. ഇനി അടുത്തത്, ഇനി നമുക്ക് k+1 റിസൾട്ട് ട്രൂ ആണെന്ന് കാണിക്കണം. സോ 1² + 2² + etc. + k+1 whole square is equal to 1² + 2² + etc. + k² + k+1 whole square. സോ k² വരെയുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് എങ്ങനെ എഴുതാം, k × k+1 × 2k + 1 whole divided by 6 + k+1 whole square. ഇനി ഞാൻ ഇതിന് k+1 കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബാക്കി എന്താ ഉണ്ടാവുക, ഇവിടെയാണെങ്കിൽ നമുക്ക് k × 2k + 1 ഉണ്ടാവുള്ളൂ. ഇവിടെയാണെങ്കിൽ നമ്മൾ LCM എടുത്തു അല്ലേ, അതായത് ഇതിപ്പോൾ എങ്ങനെയുണ്ടാ വെച്ച് കഴിഞ്ഞാൽ k × k+1 × 2k + 1 whole divided by 6 + 6 × k+1 whole square. അപ്പോൾ നമ്മൾ LCM എടുത്ത് മാറ്റി എഴുതി ഇങ്ങനെ വരിക. ഇനി ഇതിൽ നമ്മൾ k+1 എടുത്താലാണ് ഈ പറഞ്ഞ ഇതാണ് വരിക. ഓക്കെ, അതായത് k+1 × k × 2k + 1 + 6 × k+1 whole divided by 6. അപ്പോൾ പുറത്ത് k+1 ഉണ്ട്. ഇനി ഇത് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്താ വരിക, ഈ ടേം 2k² + k, പിന്നെ ഇവിടെ ആണെങ്കിൽ 6k + 6. അപ്പോൾ നമുക്ക് എന്താ വരിക, 2k² + 7k + 6 whole divided by 6. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ഇതെന്ന് പറയണത് വിച്ച് ഈസ് ഈക്വൽ ടു k+2 × 2k + 3 ആണ്. സോ k+1 × k+2 × 2k + 3 whole divided by 6. അപ്പോൾ നമ്മുടെ മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് kക്ക് വരാൻ k+1 ഇട്ട് കൊടുത്തേ. അപ്പോൾ എന്താ വരിക, n-ൻ്റെ എന്തായിരുന്നു, n × n + 1 × 2n + 1 whole divided by 6 ആണ്. അപ്പോൾ ഇതിന് n-ന് വരെ k ഇട്ട് കൊടുത്തേ എന്താ വരിക, k+1 × ഇത് എഴുതി. ഇനി ഇത് k+1 + 1 k+2 × അപ്പോൾ ഇതിൽ 2k+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2k + 2 + 1 ദാറ്റ് ഈസ് 3 whole divided by 6. ഇതന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ പറഞ്ഞ റിസൾട്ട് k+1 ട്രൂ ആണെന്ന് കിട്ടി. ദെൻ ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഇനി അടുത്തത് ഒരു റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യേണ്ടതാണ്, ഹോമോജീനസ് റെക്കറൻസ് റിലേഷൻ. അപ്പോൾ ഇവിടെ ഇതാണ് തന്നിരിക്കുന്നത്. ഹോമോജീനസ് ആണെന്ന് എങ്ങനെ മനസ്സിലായേ, ഇവിടെ നമുക്ക് f(n) എന്ന് പറഞ്ഞ ടേം നമ്മുടെ റിലേഷനിൽ ഇല്ല അല്ലേ. ഹോമോജീനസ് ആണെങ്കിൽ, നോൺ ഹോമോജീനസ് ആണെങ്കിൽ ഇവിടെ ഒരു f + ഒരു n² അല്ലെങ്കിൽ ഒരു n എന്നോ അല്ലെങ്കിൽ ഒരു 2n എന്നോ അല്ലെങ്കിൽ 5n എന്നോ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഒരു ടേമും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെന്തായാലും നോൺ ഹോമോജീനസ് ആണ്. സോ നമുക്കിവിടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിരിക്കുന്നത് a0 1 a1 4 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ആദ്യ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. an - 5an - 1 + 6an - 2 = 0.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ വരിക? r² മൈനസ് 5r പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് രണ്ട് റൂട്ടാണ് വരിക. ഒന്ന് r-2 ഈക്വൽ ടു r-3 ഈക്വൽ ടു 0. സോ നമുക്ക് രണ്ട് റൂട്ട് എന്താ കിട്ടിയത്? 2ഉം 3 ആണ്. 2ഉം 3ഉം രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആണ് അല്ലേ? സോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആണെങ്കിൽ അവരുടെ ഇപ്പോൾ r1 r2 നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് റിയൽ റൂട്ട്സ് കിട്ടണമെങ്കിൽ അവരുടെ സൊല്യൂഷൻ എങ്ങനത്തെ ഫോം ആയിരിക്കും? an is equal to c1 r1 raised to n പ്ലസ് c2 r2 raised to n. ഓക്കെ, അപ്പോൾ ഇത് അപ്പുറത്ത് പോവുകയാണെങ്കിൽ അപ്പുറത്തെ സ്ലൈഡിലുണ്ട്. ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾക്ക് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ r1ഉം r2ഉം എന്താ കിട്ടിയത്? r1 2ഉം r2 3ഉം ആണ്. നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക? an ഈക്വൽ ടു c1 2 raised to n പ്ലസ് c2 3 raised to n. നമുക്ക് ഇനി a0 ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 ഈക്വൽ ടു c1 പ്ലസ് 2 raised to 0 1 തന്നെയാണ് വരിക, പ്ലസ് c2 ഇൻറ്റു 3 raised to 0 1 തന്നെയാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് a1 ഈക്വൽ ടു 4 ഇട്ട് കൊടുക്കാം. a1 ഈക്വൽ ടു 4 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 4 ഈക്വൽ ടു 2c1 പ്ലസ് 3c2 എന്ന് വരും അല്ലേ? ഓക്കെ, അതായത് എന്നിൻ്റെ അവിടെ 1 ആണല്ലോ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു 2 വരും, ഇവിടെ ഒരു 2 വരും, ഇതൊരു 2 ആവും. ഇനി നമുക്ക് ഇത് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ c1 ക്യാൻസലായി പോകും. അപ്പോൾ ഈ ഇതേ മൈനസ് ഇത് എന്ന് ചെയ്യുമ്പോൾ ഇത് എന്ത് ക്യാൻസലാവും? ഇവിടെ ആണെങ്കിൽ 2 വരും, പിന്നെ ഇവിടെ ആണെങ്കിൽ c2 എന്ന് മാത്രം വരും അല്ലേ? അപ്പം നമുക്ക് c2 കിട്ടി. c2 എന്ന് പറയണത് എന്താണ്? 2 ആണെന്ന് കിട്ടി. ഓക്കെ, c2 എന്ന് പറയണത് 2 ആണെന്ന് കിട്ടി. ഇപ്പോൾ c3 എന്തായിരിക്കും വരിക? -1 അല്ലേ? 1 - 2 വരും. അതായത് c1 പ്ലസ് c1 എന്തായിരിക്കും? c1 പ്ലസ് c2 1 ആണെന്നുണ്ടായിരുന്നു. സോ c2 2 ആണെങ്കിൽ c1 എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായി? c1 പകരം -1 ഇൻറ്റു 2 raised to n പ്ലസ് 2 ഇൻറ്റു 3 raised to n. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, അടുത്ത ഹോമോജീനസ് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇത് കുറച്ച് ചെറുതായിട്ടൊന്നും മനസ്സിലാവില്ല, നമ്മുടെ എഴുതാം കേട്ടോ. എന്താണ്? an ഈക്വൽ ടു 4an - 1 പ്ലസ് 4an - 2. ഓക്കെ, ഇതാണ് നമ്മുടെ റെക്കറൻസ് റിലേഷൻ. സോ നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് r² ഈ 4an - 1 വിളിക്കുക വരികയാണെങ്കിൽ അപ്പോൾ -4r പിന്നെ -4 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ r-2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നമുക്കിവിടെ r2 ആണ്. സോ നമുക്കിവിടെ r2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? an ഈസ് ഈക്വൽ ടു ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് an ഈസ് ഈക്വൽ ടു c1 പ്ലസ് n(c2) ഇൻറ്റു r(n) ആണ് ഇവിടുത്തെ സൊല്യൂഷനായിട്ട് വരിക, ജനറൽ സൊല്യൂഷൻ. ഇനി നമുക്ക് ഇതിൽ a0 ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ഈസ് ഈക്വൽ ടു c1 പ്ലസ് 0 ഇൻറ്റു c2 വരുമ്പം 0 ആവും. പിന്നെന്താണ്? r(0) എന്ന് വരും. സോ നമുക്കിവിടെ c1 ഈക്വൽ ടു 1 എന്നായിരിക്കും കിട്ടുക. അതുപോലെ ഇനി a1 ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 4 ഇസ് ഈക്വൽ ടു c1 പ്ലസ് c2 ഇൻറ്റു 2(1) വരും. സോ 2(1), അപ്പോൾ 2 ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ വരിക? 2 ഇസ് ഈക്വൽ ടു c1 പ്ലസ് c2. നമുക്ക് c1 1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ c2 എന്തായിരിക്കും? 2 - 1 1. അപ്പോൾ അത് നമ്മൾ ജനറൽ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ an ഇസ് ഈക്വൽ ടു c1 പ്ലസ്
C1 1 ആയിരുന്നു അല്ലേ, 1 + n × 1 × 2⁻n. അപ്പോൾ ഇതാണ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് നോൺ ഹോമോജീനസ് റെക്കറൻസ് റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ f(n) എന്തല്ല, നോട്ട് ഈക്വൽ ടു 0, ഒരു n ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പം ഒരു നോൺ ഹോമോജീനസ് റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ലെറ്റ് പി എന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആൻഡ് Qn എന്ന് പറയുന്നത് ഹോമോജീനസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും സമ്മാണ് നോൺ ഹോമോജീനസ് റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഹോമോജീനസ് പാർട്ട് കണ്ടുപിടിക്കാൻ അറിയാം, പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ പാർട്ട് നമ്മൾ പഠിക്കണേ ഉള്ളൂ, അല്ല നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് ഓരോന്നിനും ഓരോ പോലെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഹോമോജീനസ് പാർട്ട് എന്താണെന്ന് നോക്കാം, ഹോമോജീനസിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. സോ an = -3an - 1, ഓക്കെ, അല്ലെങ്കിൽ പ്ലസ് ഈക്വൽ ടു 0 അല്ലേ, an + 3an - 1 = 0. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ r(n + 3r(n - 1 = 0. അപ്പം ഇവിടെ r(n) ക്യാൻസലായി. സോ r + 3 = 0 ഇംപ്ലൈസ് r = -3 ആണ് ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക, അതായത് ഇവിടെ Pn ആണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്, പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ല, ഹോമോജീനസ് സൊല്യൂഷൻ Qn ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക, അപ്പം നമുക്ക് -3 ആണ് കിട്ടിയത്, ദാറ്റ് ഈസ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു -3n ആണ് ഇവിടുത്തെ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നോൺ ഹോമോജീനസ് പർട്ടിക്കുലർ സൊല്യൂഷൻ, ഇപ്പോൾ ഇവിടെ f(n) എന്ന് പറയുന്നത് ഇവിടെ n ആണ് വന്നത്, അതായത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. സോ ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് a + bn ആണ്, a + bn പർട്ടിക്കുലർ സൊല്യൂഷൻ ലെറ്റ് AP = ഇങ്ങനെ നമ്മൾ എടുക്കണം. സപ്പോസ് ഇവിടെ n² ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് +cn² എന്നും കൂടി എടുക്കണം. ഇതാണ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞെടുത്തിട്ട് ഇത് നമ്മുടെ റെക്കറൻസ് റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ a എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം റെക്കറൻസ് റിലേഷനിൽ. സോ a + bn = -3 × a + b × n - 1 + n. സോ നമുക്കിവിടെ എന്താ വരിക, a + bn = -3a - 3bn + 3b + n. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഇവിടെ n ഇതിലും കോമൺ ആണ്, സോ അത് നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് എഴുതാം. അപ്പോൾ -3a + 3b + 1 - b 3b × n അല്ലേ, +1 - 3b × n. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്, ഈ ഒരു ടേമാണ്. അതുപോലെ ബീൻ്റെ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്, ഈ 1 - 3b ആണ്. ഓക്കെ, അത് എഴുതാം. എൻ്റെ സ്ഥാനത്ത് -a + 3b ആയിരുന്നു, അതുപോലെ ബീൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു, 1 - 3b ആണ്. ഓക്കെ, അല്ല 3a ആണല്ലേ, 3a -3a. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടും, b = 1/4 എന്ന് കിട്ടും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് a = 3/16 എന്നും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ എന്ത്, എയും ബിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താ എടുത്തിട്ടുണ്ടായിരുന്നത്, a + bn ആയിരുന്നു, പർട്ടിക്കുലർ സൊല്യൂഷൻ Pn ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, a + bn. സോ a എന്ന് പറയുന്നത് ഇവിടെ a എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് 1/3 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, 1/3 അല്ല, സോറി 1/4 അല്ലേ, അല്ല 3/16. Pn = 3/16 + n/4. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ സൊല്യൂഷൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം, ഈ പറഞ്ഞ പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ കൂടെ ഹോമോജീനസ് പാർട്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം. c × -3n കൂടി ആഡ് ചെയ്താലാണ് നമ്മുടെ ഈ പറഞ്ഞതിൻ്റെ സൊല്യൂഷനായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക്
ഇതാണ് ഇതിൻ്റെ എ എൻ എന്ന് പറയണത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ ഇനീഷ്യൽ കണ്ടീഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n 0 ആകുമ്പോൾ 1 ആണ്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 3/16 പ്ലസ് 0 പ്ലസ് സി വരും അല്ലേ, 0 പ്ലസ് സി. അപ്പോൾ സി ഈക്വൽ ടു നമുക്ക് 1 മൈനസ് 16 വരും. 16 മൈനസ് 3 പറഞ്ഞാൽ 13/16 വരും നമ്മുടെ സി എന്ന് പറയണത്. സോ ഈ പറഞ്ഞ ഇത് മൊത്തം എന്തായിട്ട് മാറി? അപ്പോൾ നമുക്ക് ഇവിടെ ഇത് മാത്രം ഒന്ന് മാറ്റിയിട്ട് എഴുതിയാൽ മതി, അതായത് 13/16. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ, അതായത് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനസ് റെക്കറൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇതാ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരയ്ക്കും താങ്ക് യു.